വയനാട്ടിലെ വനഗ്രാമങ്ങളിലെ പുനരധിവാസം താറുമാറാകുന്നു. ശാസ്ത്രീയമായ സ്ഥല പരിശോധനയില്ലാതെ നടത്തുന്ന വനംവകുപ്പിന്റെ പദ്ധതിക്കെതിരെ പ്രതിഷേധമുയർത്തുകയാണ് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാരമ്പര്യ കർഷകർ. വയനാട് വന്യജീവി സങ്കേതത്തിൽപ്പെട്ട വനഗ്രാമങ്ങളിലുള്ളവരെ കാടിനു പുറത്തേക്ക് എത്തിക്കാനാണ് വനം വകുപ്പിന്റെ പദ്ധതി. സ്വയം സന്നദ്ധരായവരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ വനം വകുപ്പ് നടത്തുന്ന പരിശോധന അശാസ്ത്രീയമാണെന്നാണ് പരമ്പരാഗതമായി ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങളും ചെട്ടി സമുദായ അംഗങ്ങളും ആരോപിക്കുന്നത്. അധികാരികളെല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അശാസ്ത്രീയമായ ഒരു സംഭവമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 16-ാം തീയതി RKDP പദ്ധതി പ്രകാരമുള്ള വലിയ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങൾ അളക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ ബാക്കിയുള്ളവർക്ക് ഭൂമിയുള്ള ആളുകൾ ഒരുപാട് പ്രയാസപ്പെടും ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. 5ഉം 10ഉം ഏക്കർ സ്ഥലവും വീടുമുള്ളവർക്കും 5 സെന്റും വീടുമുള്ളവർക്കും ഒരേ നഷ്ടപരിഹാര പാക്കേജാണ് നൽകുന്നതെന്നാണ് ആരോപണം. ഇവിടെ നമുക്ക് സ്ഥലം കൂടുതലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 5 സെന്റുകാരുണ്ട്. ആ 5 സെന്റുകാരാണ് ഇവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പോകാൻ വേണ്ടി. അപ്പോൾ ആ 5 സെന്റ് നമ്മൾ തൊട്ടടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അത് വനമായിട്ട് മാറും. ആ 5 സെന്റ് അതിൽ കാട് വെട്ടില്ല, കാട് നിറഞ്ഞു, അതിൽ വന്ന് പല മൃഗങ്ങളും വന്ന് കൂടും. അതുകൊണ്ട് നമുക്ക് അടുത്ത കൃഷിക്കാരന് പല ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നുണ്ട്. അവർ പറയുന്നത് പോകുന്നവർക്ക് പോകാം, നിർബന്ധിച്ചാർക്കും ഒഴിപ്പിക്കുന്നില്ലല്ലോ എന്നാണ് അവരുടെ ഒറ്റ വാദം. നിർബന്ധിത കുടിയൊഴുക്കലല്ല, സ്വയം പുനരധിവാസം. അങ്ങനെയാകുമ്പോൾ ആർക്ക് വേണമെങ്കിലും പോകാമല്ലോ, അതാണ് അവരുടെ ഇത്. ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ വിധി വരുന്നതിന് കാത്തു നിൽക്കാതെ അവരിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഞാനൊക്കെ പൂർവികരായിട്ട് കാരാപ്പുഴ പ്രദേശത്ത് നിന്ന് വന്നവരാണ്. അവിടെ നിന്ന് പൈസ കിട്ടി ഞങ്ങളുടെ പൂർവികർ തന്ന പൈസ കൊണ്ട് ഇവിടെ സ്ഥലം മേടിച്ചതുണ്ട്. അങ്ങനെ ഞങ്ങളുടെ തലമുറകളായിട്ട് അവരെ പെൺമക്കളെ സ്ഥലം വിറ്റിട്ട് ഞങ്ങൾക്ക് തന്നവർ. അവർക്കൊന്നും ഒരു പൈസ, ഭാര്യയ്ക്കും ഭർത്താവിനും പൈസ ഉണ്ടെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കും കൂടെ 15 ലക്ഷമാണ് കിട്ടുക. അപ്പം ഞങ്ങളുടെ ഭൂമി ഈ ഫോറസ്റ്റുകാർക്ക് ഫ്രീ ആയിട്ട് റീഫീൽഡ് കേരളയിലേക്ക് കൊടുക്കണം. വനഭാഗത്തൊറ്റപ്പെട്ട ആദിവാസി ഗ്രാമങ്ങളെ പുനരധിവസിപ്പിക്കാതെ വന്യമൃഗശല്യം കുറഞ്ഞതും ജനവാസം സാധ്യവുമായ പ്രദേശമാണ് വനം വകുപ്പ് തെരഞ്ഞെടുത്തതെന്നും കർഷകർ പറയുന്നു. ന്യൂസ് മലയാളം, വയനാട്.